ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനു. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്ത എല്ലാവരും എന്റെ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവുകയോ ആകെ 10 വരെ കാണുള്ളൂ. എന്നാലും ഇപ്പോ എന്താണ് എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ വിമർശിക്കാം, മനസ്സിലാവും. ഈ പറഞ്ഞത് ശരിയായില്ല, ആ പറഞ്ഞത് ശരിയായില്ല, അതിനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട് എന്ത് കമന്റ് കേട്ടാലും ഞാൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് എന്റെ പേഴ്സണൽ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ നല്ല വശങ്ങളും മോശവശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് പറയാം, അതിനൊന്നും പ്രശ്നമില്ല. അല്ലാതെ ഇപ്പോഴെന്താണ് ഇത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സൈഡിലുള്ള 3 ഡോട്ട് അമർത്തുക, എന്നെ ബ്ലോക്ക് ചെയ്ത് അങ്ങ് പോവുക കേട്ടോ. വെറുതെ ഇതിൽ വന്നിരുന്ന് കേൾക്കാൻ നിൽക്കേണ്ട. അപ്പൊ ഞാൻ ഇന്ന് അറിയാതെ ഒരു വാർത്ത കണ്ടു. അറിയാതെ എന്ന് വെച്ചാൽ നോർമലി ഞാൻ വാർത്തയൊന്നും കാണാറില്ല, ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. ജൂൺ 15-ന് സ്ത്രീകൾക്കുള്ള ബസ്സിലെ യാത്ര ഇനി മുതൽ സൗജന്യമാണ് എന്നുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് രാഷ്ട്രീയവും ഇല്ല, ഞാൻ വോട്ട് ചെയ്യാറുമില്ല കേട്ടോ. വോട്ട് ചെയ്യുന്ന ഒരു പാട് പോലും എന്റെ കയ്യിലുണ്ടാവില്ല. കാരണം എനിക്ക് താല്പര്യമില്ല വോട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും വന്നൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അത്രയും സംസാരിക്കണമെന്ന് തോന്നിയാൽ മാത്രം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ കൊണ്ടുവരുന്ന പാർട്ടിക്കാരോ അല്ലെങ്കിൽ ആരാണ് അവർക്കായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി മുതൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അർഹതയില്ലാത്ത ആൾക്കാർ മാത്രമായിരിക്കും ഈ ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്യുന്ന. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും ഗതിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, നമുക്ക് ഒട്ടുമായി പൈസ മുടക്കാൻ അത്രയും എന്ന് വെച്ചാൽ പട്ടിണി എന്നുള്ള രീതിയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കായിട്ട് മാത്രം വെക്കാം. ഇനി അർഹതയില്ലാത്തവരെന്ന് പറഞ്ഞാല് 10 കാറും 15 വണ്ടികളും ഉള്ള ആൾക്കാരായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഈ ബസ്സിനകത്ത് കിടന്ന് തള്ളാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആ ബസ്സിൽ കയറോ എന്ന്. ഞാൻ ഒരിക്കലും കയറാൻ പോകുന്നില്ല. കാരണം ഞാൻ അത്ര വലിയ പണക്കാരിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കഞ്ഞി കുടിച്ചു പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് 2 കാല് പടച്ചോൻ തന്നിട്ടുണ്ട്, 2 കൈ പടച്ചോൻ തന്നിട്ടുണ്ട്. എന്തായാലും പല തെണ്ടികളും പറയുന്ന പോലെ അനാവശ്യമായിട്ടൊരു രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ല. അതെനിക്ക് എന്റെ വീട്ടുകാരെ മാത്രം ബോധിപ്പിച്ചാൽ മതി, പിന്നെ മുകളിലിരിക്കുന്ന പടച്ചോനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. വേറെ ആരും ബോധ്യപ്പെടണമെന്നൊന്നും എനിക്കില്ല. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തമായിട്ട് വാഹനങ്ങളും അല്ലെങ്കിൽ പൈസയ്ക്ക് അത്യാവശ്യം സ്ഥിതിയുള്ളവരായിരിക്കും ഇനി ഈ ബസ്സിൽ കിടന്ന് തള്ളാൻ പോകുന്നത്. അപ്പൊ ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ ഒരു സൗജന്യ യാത്ര എല്ലാവർക്കുമായിട്ട് വെക്കുന്ന. അർഹതപ്പെട്ടവർക്കാർക്കും ഇനി ഇത് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയും പറയണമെന്ന് തോന്നി. ഇനി പൊങ്കാല ഇടുന്നവർക്കൊന്ന് പൊങ്കാല ഇടാം. എന്നെ പേഴ്സണലി ഹരാസ് ചെയ്യാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പേഴ്സണലി എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ കയറി കമന്റ് ഇട്ട ആൾക്കാർക്ക് അറിയാം, ലൈഫിൽ കയറി. കാരണം ഞാൻ പറയുന്നില്ല അതിപ്പോ.